കോതമംഗലത്ത് നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വരികയാണ്. ഭർത്താവ് വാക്ക് തർക്കത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ ചെറിയ സംഭവ വികാസങ്ങൾ പോലും മരണത്തിലേക്കും കൊലപാതകത്തിലേക്കും പോയി കലാശിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ചരമകോളം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായ രീതിയിലുള്ള മരണം ഇന്ന് കുറവാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒന്നുകിൽ കൊലപാതകമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ കൊണ്ടുള്ള മരണമാണ്, അതുമല്ലെങ്കിൽ ആത്മഹത്യയാണ്. അതൊക്കെയാണ് കൂടുതലും നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും ഒരു പഠനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ കോതമംഗലത്ത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. സ്ഥിരമായിട്ട് അദ്ദേഹം മദ്യപിച്ച് വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്നും വഴക്കുണ്ടാകുന്നു. ഇന്ന് വഴക്കുണ്ടായ സമയത്ത് അദ്ദേഹം കയ്യിൽ കിട്ടിയ വെട്ടുകത്തി എടുത്തിട്ട് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യാതൊരു പശ്ചാത്താപവും ബോധവും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു പേടിയുമില്ലാതെ ഇന്ന് കേരളത്തിലെ യുവാക്കൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ആൾക്കാരെല്ലാം ചെയ്തു കൂട്ടുന്നത് കൊലപാതകമാണ് എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും കൊലപാതകം ചെയ്ത് ജയിലിൽ പോയതിന് ശേഷം അടുത്ത കാലത്ത് നിന്നും തൂക്കിക്കൊന്നതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അവിടെ സുഖവാസമാണ്, ശമ്പളമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണമുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടും, അതുപോലെ തന്നെ പരോളും കിട്ടും. ആ പരോളിൽ വന്നിട്ട് എന്തെങ്കിലും തോന്നിവാസം കാണിച്ച് തിരിച്ചു പോകും. ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോതമംഗലത്ത് നിന്ന് ഞാൻ പറഞ്ഞതുപോലെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിനിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഏതായാലും സിനി എന്നാണ് ആ സഹോദരിയുടെ പേര്. 46 വയസ്സ് മാത്രമേ ആ സഹോദരിക്ക് പ്രായമുള്ളൂ. ഏതായാലും ഭർത്താവിൻ്റെ വെട്ടേറ്റ് രക്തം വാർന്ന് കിടക്കുന്ന നിലയിലാണ് ഭാര്യയെ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെടുത്തി അന്വേഷിച്ച സമയത്താണ് കൈക്ക് പരിക്കേറ്റ് മുറിവേറ്റിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഭർത്താവ് ബിജു ബോവനെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ബിജു ബോവൻ എന്നാണ് ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹത്തിന് കൈക്ക് പരിക്കേറ്റിട്ടാണ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. എങ്ങനെയാണ് പരിക്കേറ്റത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷം സ്വന്തം ഭർത്താവായ ബോവൻ എന്ന് പറയുന്ന വ്യക്തി കൈയിൻ്റെ ഞരമ്പ് വെട്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഞാൻ പറയുന്നത്, ഈ മദ്യത്തിൻ്റെ ആസക്തിയൊക്കെയുള്ള ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയുടെ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം അവർക്കും അറിയില്ല. അതിനുശേഷം അവരും മരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ അപകട നിലയിൽ തരണം ചെയ്തിരിക്കുന്നു അദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം കൈക്ക് മുറിവേറ്റ തണ്ട മുറിഞ്ഞ നിലയിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വളരെ ദാരുണമായ ഒരു സംഭവമാണ് കോതമംഗലത്ത് നിന്നും വരുന്നത്. കോതമംഗലം പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ഉന്നതിയിൽ താമസിക്കുന്ന ചിറമേൽ സിനിയാണ് ഇപ്പോൾ മരണപ്പെട്ടത്. നമുക്കതുമായി ബന്ധപ്പെടുത്തി ഏതാനും വിശദമായ വാർത്തയുടെ ഏതാനും വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ സിനിയെ വെട്ടേറ്റ നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിയും ഭർത്താവ് ബിജു ബോബനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വാക്കത്തിക്കൊണ്ട് അവരുടെ കഴുത്തിൽ വെട്ടുകയായിരുന്നു ബിജു ബോബൻ ചെയ്തിരുന്നത്. തുടർന്ന് സിനി മരിച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ബിജു ബോബനെ ആശുപത്രിയിൽ കൈത്തണ്ട മുറിഞ്ഞ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 2 പേർ തമ്മിലുണ്ടായ വാക്കു തർക്കമാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനീസ് കോതമംഗലത്തെ ഒരു സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്നാണ് അറിയുന്നത്. എന്നാൽ കോതമംഗലം പോലീസ് ബിജു ബോബനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിശദാംശങ്ങൾ, അതായത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബിജു ബോബൻ സിനിയെ പരിക്കേൽപ്പിച്ചതാണ്, വെട്ടിക്കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ ദമ്പതികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോതമംഗലം പിണ്ടിമനയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിണ്ടിമന വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി കോളനിയിൽ താമസിക്കുന്ന ആളുകളാണ് ഈ സിനി ബിജുവും ഭർത്താവ് ബിജു ബോബനും. എന്തായാലും ബിജു ബോബനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സിനിയുടെ മൃതദേഹം മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും.
കണ്ടു കാണും. ഇവർ സ്ഥിരമായിട്ടിങ്ങനെ വയക്കാളികളാണ്, അല്ലെങ്കിൽ വയക്കുണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് എന്നാണ് അയൽവാസികളടക്കം പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചെറിയ വയക്കുകളും വലിയ വയക്കുകളും എല്ലാം തന്നെ വീട്ടുകളിൽ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതിന് പകരം ഇത്തരത്തിൽപ്പെട്ട നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില അക്രമങ്ങളിലേക്ക് ആൾക്കാർ തിരിയുന്നത് വളരെ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ കൂടി വരികയാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഏതായാലും മദ്യവും അതുപോലെ മയക്കുമരുന്നുകളും അതുപോലെ എന്ത് സാധനവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാടായിട്ട് കേരളം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഏതായാലും തുഫാൻ എന്ന് പറയുന്ന സംഭവമായിട്ട് പോലീസും അവിടുത്തെ ഭരണകൂടമെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ടീച്ചർമാരടക്കം, മാഷ്മാരടക്കം, ഡോക്ടർമാരടക്കം, നമ്മുടെ സമൂഹത്തിൽ ഉന്നതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരടക്കം ഇത്തരം വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു അധ്യാപികയെ ഈ കഴിഞ്ഞ ദിവസമാണ് നിങ്ങളെല്ലാവരും കുറ്റ്യാടി ആ പ്രദേശത്ത് വെച്ചിട്ടൊരു അധ്യാപിക അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു കാണും. വീട്ടിലടക്കം MDMA കച്ചവടമാണ്. അത്തരത്തിൽപ്പെട്ട ഒരു നാട്ടിലേക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ കേൾക്കുന്നത് നമുക്ക് ഒരു സുപരിചിതമായ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഈ കൊലപാതകവും വെട്ടിക്കൊല്ലലും കുത്തിക്കൊല്ലലും എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുപരിചിതമാണ്. പണ്ടൊക്കെ കേരളത്തിൽ അത്തരത്തിൽപ്പെട്ട വാർത്തകൾ കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും എല്ലാ ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് TV ചാനൽ തുറന്നാലും വാർത്താ ചാനൽ വെച്ചാലും പത്രം വായിച്ചാലും എല്ലാം കേൾക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇതൊക്കെ നിയമം കൊണ്ട് മാത്രമേ തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും ഉപയോഗമെല്ലാം തീർച്ചയായിട്ടും കടിഞ്ഞാണിടേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ് ഇതിനൊക്കെ തുറന്ന അനുമതിയാണ്. കാരണം ഇന്ന് സ്കൂളേറ്റാൻ തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ മദ്യഷോപ്പുകളാണ് തുടങ്ങുന്നത്. കാരണം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഈ മദ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് പൂട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിൽപ്പെട്ട നടപടികൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നിട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഏതായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.